ഇത് സുമേഷിൻ്റെ കഥയാണ്. അവൻ്റെ അമ്മ, അച്ഛൻ, ചേട്ടൻ എല്ലാവരും ഗൾഫിലാണ് താമസം. സുമേഷ് +2 വരെ പഠിച്ചത് ഗൾഫിലായിരുന്നു. സുമേഷിൻ്റെ ചേട്ടൻ സതീശൻ സുമേഷിനേക്കാളും 6 വയസ്സ് കൂടുതലുണ്ട്. അവൻ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഗൾഫിൽ തന്നെ ജോലിക്ക് കയറി. +2 കഴിഞ്ഞ് സുമേഷ് പഠിച്ചത് നാട്ടിൽ നിന്നായിരുന്നു. BCom ആയിരുന്നു അവൻ എടുത്തത്. പഠിക്കാൻ വലിയ താല്പര്യമുണ്ടായിട്ടല്ല, അവന് ഗൾഫ് ജീവിതം മടുത്തു. പിന്നെ പഠിത്തത്തിൻ്റെ പേരും പറഞ്ഞ് നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൻ നാട്ടിൽ നിന്നും പഠിച്ചത്. ചെന്നൈയിൽ നിന്നായിരുന്നു അവൻ്റെ ഡിഗ്രി പഠനം. ഒഴിവ് ദിവസങ്ങളിൽ അവൻ അമ്മയുടെ തറവാട്ട് വീട്ടിലാണ് താമസം. മാമന്മാർ 2 പേരും വിദേശത്തായതുകൊണ്ട് തന്നെ അമ്മാമ്മയും വേലക്കാരിയും മാത്രമേ തറവാട്ടിലുണ്ടാവുകയുള്ളൂ. പിന്നെ വേറൊരാൾ കൂടിയുണ്ട്, കാര്യസ്ഥൻ രാഘവൻ അമ്മാവൻ. അയാൾ മാസത്തിൽ കുറച്ച് ദിവസം മാത്രം തറവാട്ടിൽ താമസിച്ച് എല്ലാ കണക്കും ഏൽപ്പിച്ചിട്ട് പോകും. പിന്നെ സുമേഷിൻ്റെ അച്ഛനും അമ്മയും വർഷത്തിലൊരിക്കൽ മാത്രം നാട്ടിൽ വരാറുള്ളൂ. അതും കൂടിപ്പോയാൽ 1 മാസം മാത്രമേ നാട്ടിലുണ്ടാവുകയുള്ളൂ. ചെന്നൈയിലെ ആ കോളേജ് ജീവിതം അവന് വലിയ ഇഷ്ടമായിരുന്നു. നാട് വിട്ടു നിന്നാൽ നമ്മളാകെ മാറിപ്പോകുമല്ലോ, പ്രത്യേകിച്ച് പഠിക്കാൻ അന്യനാട്ടിൽ പോകുമ്പോൾ. അങ്ങനെ കോളേജ് ലൈഫും സുന്ദരിമാരും പ്രണയവുമൊക്കെയായി മനോഹരമായ 3 വർഷങ്ങൾ അവസാനിക്കാൻ പോകുന്നു. ഇനി തിരികെ സ്വന്തം നാട്ടിലേക്ക്. ഡിഗ്രി അവസാന വർഷവും കഴിഞ്ഞ് ഒരാഴ്ച കൂട്ടുകാരുമായി ചുറ്റിക്കറങ്ങി നാട്ടിലേക്കുള്ള ട്രെയിൻ കാത്തിരിപ്പ് തുടർന്നു. അമ്മാമ്മയെ വിളിച്ചിട്ട് കുറച്ച് ദിവസമായി. കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ മുട്ടുവേദന അല്പം കുറവുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ കാഴ്ചയ്ക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. പിന്നെ അമ്മാമ്മയുടെ കാര്യങ്ങൾ നോക്കാനും അവിടെ പാചകത്തിനും മറ്റുമായി ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. പക്ഷേ ആ വേലക്കാരി ആൻറ്റിയാണെങ്കിൽ 1 മാസത്തിൽ പല കള്ളത്തരവും പറഞ്ഞ് കുറേ ലീവ് എടുക്കും. ഇതായിരുന്നു അവരുടെ പ്രധാന പരിപാടി. അതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കി കാര്യസ്ഥൻ രാഘവേട്ടൻ്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു ചേച്ചിയെ പുതിയതായി വേലയ്ക്ക് വെച്ചിരുന്നു എന്ന് അമ്മാമ്മ പറഞ്ഞായിരുന്നു. നല്ല മോളാണ് എന്നാണ് അമ്മാമ്മ പറഞ്ഞത്. പക്ഷേ അമ്മാമ്മ അല്ലെങ്കിലും അങ്ങനെ പറയും. മിക്കവാറും ഏതെങ്കിലും കിളവിമാരായിരിക്കും, അവൻ ചിന്തിച്ചു. അവൻ അമ്മാമ്മയെ ഫോണിൽ വിളിച്ചു. എടാ മോനെ, നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ. ആ, ഞാൻ ഫ്രണ്ട്സുമായിട്ട് കറങ്ങുമായിരുന്നു അമ്മാമ്മേ. ആ മോനെ, നിൻ്റെ പരീക്ഷയും പഠിത്തവുമൊക്കെ കഴിഞ്ഞോ? ആ, അതൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ നാട്ടിലോട്ട് വരുക. ഇപ്പോൾ കൂട്ടുകാരുടെ കൂടെ ട്രെയിനിലാണ്. ആ, ശരി മോനെ. അപ്പോൾ വെക്കുക അമ്മാമേ, ബാക്കി വിശേഷം വന്നിട്ട് പറയാട്ടോ. ശരി മോനെ. ട്രെയിൻ ലൈഫ് എൻജോയ് ചെയ്യാൻ ഏറ്റവും നല്ലത് ജോയിൻ്റ് തന്നെയാണെന്നാണ് സുമേഷിൻ്റെ അഭിപ്രായം. അവനും കൂട്ടുകാരും ട്രെയിൻ ബോഗിക്കുള്ളിലൂടെ ചുമ്മാ വീക്ഷിച്ച് നടന്നു. ഏയ് പോരാ, സുന്ദരിമാരൊന്നുമില്ല. മാത്രമല്ല അവനും കൂട്ടുകാർക്കും ഉറക്കക്ഷീണവും ഉണ്ടായിരുന്നു. പിന്നെ സമയം രാത്രി 11 മണി കഴിഞ്ഞിരിക്കുന്നു. അവൻ ഒരിടത്ത് കിടന്നുറങ്ങി. പിന്നെ പോയി എണീറ്റ് വാച്ചിൽ സമയം നോക്കിയപ്പോൾ 2 മണി കഴിഞ്ഞിരിക്കുന്നു. അവൻ ചുറ്റും നോക്കി. കൂട്ടുകാരൊക്കെ നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്നാണ് അവൻ അത് ശ്രദ്ധിച്ചത്. മുൻപിലെ സീറ്റിൽ ഒരു ചേച്ചി ഇരിക്കുന്നു. കണ്ടിട്ട് ഒരു തമിഴത്തെ പോലുണ്ട്. ഇരുനിറമുള്ള ഒരു സുന്ദരി. മൂക്കുത്തിയും മുഖത്ത് ഇച്ചിരി പൗഡറുമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അവൾ മാത്രം ഉണർന്നിരിക്കുന്നു. ഇവൾ ഇതെവിടുന്ന് കയറി വന്നു? ആ, താൻ ഉറങ്ങുമ്പോൾ കഴിഞ്ഞ സ്റ്റേഷനിൽ നിന്നെങ്ങാനും കയറിയതാവും, അവൻ ചിന്തിച്ചു. അവന് ആ ചേച്ചി ഒന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ ഒന്ന് തുടങ്ങും? എവിടുന്ന് തുടങ്ങും? മുൻപൊക്കെ കുറേ പെൺപിള്ളേരോട് സംസാരിച്ചിട്ടുമുണ്ട്, പ്രേമിച്ചിട്ടുമുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ കൂട്ടുകാരുടെ സഹായവും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ താൻ ഒറ്റയ്ക്ക്. അവന് ആദ്യം ഒരു മടി പോലെ തോന്നിയെങ്കിലും അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പോൾ അവളും തിരിച്ച് ചിരിച്ചു. നല്ല മനോഹരമായ ചിരി. അക്ക, നീങ്ക എന്നാ ഊര്? അവൻ തമിഴിൽ ചോദിച്ചു. അത് കേട്ട് അവൾ ചിരിച്ചു. ഞാൻ തമിഴത്തി ഒന്നുമല്ലാട്ടോ. നല്ല പച്ച മലയാളത്തിലുള്ള അവളുടെ സംസാരം കേട്ട് അവൻ ഞെട്ടി. ആണോ? കണ്ടിട്ട് നല്ല തമിഴ് ലുക്കുണ്ടായിരുന്നു, അതാ ഞാൻ തമിഴിൽ സംസാരിച്ചേ, അവൻ ചമ്മയെ ചിരിയോടെ പറഞ്ഞു. അത് കേട്ട് അവൾ ചിരിച്ചു. ചേച്ചി എന്ത് ചെയ്യുക? എന്താ ജോലി? ഞാൻ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യുക. അവിടെയാണെങ്കിൽ തമിഴ് ലുക്കിൽ നിൽക്കണം, അതാ ഇങ്ങനെ, അവൾ ഒരു ചിരിയാലെ പറഞ്ഞു. നാട്ടിലെവിടെയാ സ്ഥലം? അവൾ സ്ഥലം പറഞ്ഞു. ആണോ? പിന്നെന്താ നാട്ടിൽ ജോലി നോക്കാതെ ഇങ്ങോട്ട് പോകുന്നത്? നാട്ടിലേക്കാൾ സാലറി ഉണ്ടോ ഇവിടെ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് നാട്ടിൽ നിൽക്കാൻ അത്ര ഇഷ്ടമല്ല. പിന്നെ
ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു നല്ല ഷോപ്പിലാണ്. അത്യാവശ്യം സാലറിയുമുണ്ട്. നാട്ടിലേതുപോലെയല്ല. പിന്നെ ഇവിടെ എല്ലാ മാസവും 6 ദിവസം ലീവും കിട്ടും. അപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് വരും. ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ചേച്ചി, അതും നാട്ടിൽ നിൽക്കാതെ അന്യനാട്ടിൽ. അപ്പോൾ എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടാകുമോ? എന്തായാലും ഒന്ന് എറിഞ്ഞു നോക്കാം, സുമേഷ് മനസ്സിൽ ചിന്തിച്ചു. പിന്നെ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ ഭർത്താവ് വിദേശത്തു നിന്നും ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു. പിന്നെ എനിക്കൊരു മോളുണ്ട്. അവൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവളിപ്പോൾ അമ്മായിയമ്മയുടെ കൂടെയാണ് താമസം. പിന്നെ ഞാൻ പേര് ചോദിക്കാൻ മറന്നു. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് മീനാക്ഷി. ഇയാളുടെ പേരെന്താ? എൻ്റെ പേര് സുമേഷ്. പിന്നെ മീനാക്ഷി എന്ന് നല്ല പേരാട്ടോ. ചേച്ചിയെ കണ്ടാൽ ഒരു കുട്ടിയൊക്കെ ഉണ്ടെന്ന് പറയത്തേയില്ല. സുമേഷ് അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ അവൾ ചിരിച്ചു. ഞാൻ ചേച്ചിയെ മീനു ചേച്ചി എന്ന് വിളിക്കാം. അടുപ്പമുള്ളവർ എന്നെ മീനു എന്നാ വിളിക്കാറ്, അവൾ ഒരു ചിരിയാലെ പറഞ്ഞു. അതൊക്കെ പോട്ടെ, നീ എന്തിനാ പഠിക്കുന്നേ? ചേച്ചിയുടെ ചോദ്യം. ഞാൻ BCom ആണ് ചേച്ചി. മുൻപ് ഗൾഫിലായിരുന്നു. സത്യം പറഞ്ഞാൽ മടുത്തു ഗൾഫ്. അങ്ങനെ നാട്ടിൽ നിൽക്കാൻ ഒരു കാരണമുണ്ടാക്കി വന്നതാ, പഠിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ കോഴ്സ് കഴിഞ്ഞ് തിരികെ ഗൾഫിലേക്ക് പോകേണ്ടി വരുമോ എന്ന് ആലോചിക്കുമ്പോഴാ ഒരു വിഷമം. ആണോ? അതെന്താ? നിനക്ക് അമ്മയോടും അച്ഛനോടും പറഞ്ഞൂടെ നിനക്ക് നാട്ടിൽ നിൽക്കുന്നതാണ് ഇഷ്ടമെന്ന്? നിനക്ക് ഇനി സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാമല്ലോ. ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ചേച്ചി പറഞ്ഞത് ശരിയാ. പക്ഷേ അച്ഛൻ സമ്മതിക്കില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അച്ഛനെ അത്ര ഇഷ്ടമല്ല. പക്ഷേ അച്ഛനെ വെറുപ്പിക്കാനും പറ്റില്ല. അതൊക്കെ പോട്ടെ, ചേച്ചിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ലേ? അവൻ ഒരു ചിരിയാലെ ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ടതും അവളുടെ മുഖത്ത് നാണത്തോടെയുള്ള ചിരി പ്രകടമായി. അവൾ പറഞ്ഞു, അങ്ങനെ ആരുമില്ലടാ. ആരുമില്ലെന്നോ? ചേച്ചി ഇത്രയും ചെറുപ്പമല്ലേ, നല്ല സുന്ദരിയും. ഇനിയും ഒരു കല്യാണമൊക്കെ ആവാലോ. എന്തിനാ ഇനിയും വൈകുന്നത്? സുമേഷിൻ്റെ ചോദ്യം. അങ്ങനെ ചോദിച്ചാൽ താല്പര്യമില്ലാതില്ല. നല്ലൊരാളെ കിട്ടട്ടെ, അപ്പോൾ നോക്കാം. അവൾ ഒരു ചിരിയോടെ അത്രയും പറഞ്ഞു നിർത്തി. കൊച്ചുകള്ളി, അപ്പോൾ താല്പര്യമൊക്കെയുണ്ട്. അങ്ങനെ അവർ കുറച്ചു നേരം അങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കെ പെട്ടെന്ന് മീനാക്ഷി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്താ ചേച്ചി ചിരിക്കുന്നേ? അത് കേട്ട് അവൾ ചിരിയടക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നീ എന്നോട് സംസാരിക്കുമ്പോൾ ഉറങ്ങുവാണല്ലോ. ഓ, അതാണോ? അതെ ചേച്ചി. യാത്രാക്ഷീണമാ, കണ്ണടഞ്ഞു പോകുക. അവൻ ചെറു ചിരിയാലെ പറഞ്ഞു. ആണോ? എന്ന് ഉറങ്ങിക്കോ, അവൾ പറഞ്ഞു. വേണ്ട, എനിക്ക് ഉറങ്ങണ്ട ചേച്ചി. എനിക്ക് ചേച്ചിയോട് സംസാരിച്ചാൽ മതി. ചേച്ചി എന്തെങ്കിലും പറ ചേച്ചി. അവൻ അത്രയും പറഞ്ഞ് പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു. അത് കണ്ട് അവൾക്ക് ചിരി വന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ സുമേഷിനെ തട്ടി വിളിച്ചപ്പോഴാണ് അവൻ ഉണർന്നത്. എടാ, സ്ഥലമെത്തി, ഇറങ്ങുന്നില്ലേ? കൂട്ടുകാരൻ ചോദിച്ചു. എവിടെ? മീനാക്ഷി ചേച്ചി എവിടെ? അവൻ വെപ്രാളത്തോടെ തിരക്കി. മീനാക്ഷി ചേച്ചിയോ? അതാരാ? ഇവിടെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. കൂട്ടുകാരൻ പറഞ്ഞത് കേട്ട് അവൻ ഞെട്ടി. എടാ, ഇന്നലെ രാത്രി ഒരു ചേച്ചി ഇവിടെ ഈ സീറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. ഒരു 2 മണി 2:30 മണിയായി കാണും. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചതാ. പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി. ആണോ? എന്നാൽ ആ ചേച്ചി അവരുടെ സ്ഥലമെത്തിയപ്പോൾ ഇറങ്ങി കാണാം, കൂട്ടുകാരൻ പറഞ്ഞു. അതിന് ചേച്ചി ഇറങ്ങാൻ ചേച്ചിയുടെ സ്ഥലം എത്തിയില്ലല്ലോ. അവൻ അതും ചിന്തിച്ച് നിൽക്കെ പെട്ടെന്ന് മീനാക്ഷി ചേച്ചി അങ്ങോട്ടേക്ക് വന്നു. അത് കണ്ടപ്പോൾ സുമേഷിന് വലിയ ആശ്വാസവും സന്തോഷവും തോന്നി. ചേച്ചി ഇതെവിടെ പോയിരിക്കുമായിരുന്നു? ഞാനൊന്ന് വാഷ്റൂമിൽ പോയതായിരുന്നു. ചേച്ചി, ഞാൻ ഇറങ്ങുവാട്ടോ. ആണോ? അപ്പോൾ ശരി, പരിചയപ്പെട്ടതിൽ സന്തോഷം. മീനാക്ഷി അതും പറഞ്ഞ് ചിരിച്ചു. പക്ഷേ അവന് അങ്ങനെ വിട്ടിട്ട് പോരാൻ തോന്നിയില്ല. ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ചേച്ചിയുടെ നമ്പർ തരാമോ? അത് കേട്ടതും അവൾ ചിരിച്ചു. നിൻ്റെ നമ്പർ പറ, ഞാൻ മിസ് കോൾ ചെയ്യാം. ഓക്കെ ചേച്ചി. അങ്ങനെ നമ്പറൊക്കെ വാങ്ങി അവൻ കൂട്ടുകാരോടും ആ ചേച്ചിയോടും യാത്ര പറഞ്ഞ് ട്രെയിനിൽ നിന്നും ഇറങ്ങി നടന്നു. ഓട്ടോ പിടിച്ച് നേരെ തറവാട്ടിലേക്ക് വിട്ടാലോ? അല്ലെങ്കിൽ വേണ്ട. ഇവിടെ അടുത്തല്ലേ മഹേഷിൻ്റെ വീട്. അവനെ വിളിക്കാം. അവൻ്റെ വീട്ടിൽ നിന്നും എന്തെങ്കിലും കഴിച്ച് അവൻ്റെ ബൈക്കിൽ തറവാട്ടിലേക്ക് പോകാം. അവൻ അതും ചിന്തിച്ച് മഹേഷിനെ ഫോണിൽ വിളിച്ചു. എടാ അളിയ, എത്ര കാലമായടാ കണ്ടിട്ട്? ഞാനിന്ന് നാട്ടിലെത്തിയതേ ഉള്ളൂ.
നിൻ്റെ അമ്മയോട് പറഞ്ഞ് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ എടുത്ത് വെക്ക്, വിശക്കുന്നു. ആ ഓക്കേടാ, നീ വേഗം വാ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ബൈക്കുമായി വരണോ നിന്നെ പിക്ക് ചെയ്യാൻ? മഹേഷിൻ്റെ ചോദ്യം. ഏയ് വേണ്ടടാ, ഞാനിങ്ങനെ കുറച്ച് നേരം നടന്ന് നമ്മുടെ നാടൊക്കെ ഒന്ന് കാണട്ടെ. ഓക്കേടാ, അപ്പോൾ ശരി. അവൻ ഫോൺ വെച്ചു. അങ്ങനെ മഹേഷിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ചോദിക്കാൻ. ചെന്നൈയിലെ ഓരോ വിശേഷങ്ങൾ സുമേഷ് പറഞ്ഞു കൊടുത്തു. എടാ, നല്ലോണം കഴിക്ക്, നീ ആകെ മെലിഞ്ഞുണങ്ങി കേട്ടോ എന്ന് അമ്മയുടെ വക ഒരു കമൻറ്റ്. അങ്ങനെ കുറേ നേരം സംസാരിച്ചതിന് ശേഷം നേരെ തറവാട്ടിലേക്ക്. അമ്മാമ്മയെന്ന് വിളിച്ച് അവൻ ഓടിച്ചെന്നു. മോനെ, അവിടെ നിൽക്ക്, കാല് കഴുകിയിട്ട് അകത്തേക്ക് കയറിയാൽ മതി കേട്ടോ, അമ്മാമ്മ പറഞ്ഞത് കേട്ട് അവൻ അവിടെ നിന്നു. മോളെ സരസ്വതി, ഇച്ചിരി വെള്ളം ഇങ്ങ് കൊണ്ടുവാ, കാല് കഴുകാനാ, അമ്മാമ്മ അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു. ആ, സരസ്വതി പുതിയ വേലക്കാരിയാണെന്ന് അവന് മനസ്സിലായി. പെട്ടെന്ന് ഒരു ചേച്ചി വെള്ളവുമായി വരുന്നത് കണ്ടപ്പോൾ അവൻ ഒരു ഞെട്ടലോടെ നോക്കി നിന്നു. ഹോ, എന്തൊരു സൗന്ദര്യം, അവന് മനസ്സിൽ പറഞ്ഞു.